ഹലോ, വെൽക്കം ടു കൂൾ ഫാക്ട്സ് ആൻഡ് ഫൺ. ഇന്ന് ഇന്ന് ഞാൻ നിങ്ങളെന്താ കാണിക്കാൻ പോണേന്നറിയോ? നമുക്കിവിടെ കിട്ടുന്ന നല്ല നാടൻ പൊതിച്ചോറാണ് കാണിക്കാൻ പോകുന്നേ. അപ്പൊ നമ്മളൊക്കെ ഓർക്കും നാട്ടീന്ന് പോന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കില് ആം, നമുക്ക് എന്താ പറയാ, നമ്മുടെ നാടൻ ഭക്ഷണമൊക്കെ കഴിക്കാൻ കിട്ടുവോ എന്നൊക്കെ പലർക്കും സംശയം ഉണ്ടാവും അല്ലേ? ഇത് നമ്മള് ഫ്ലോറിഡയിലുള്ള ഒരു റെസ്റ്റോറന്റീന്ന് മേടിച്ചതാണ്. നല്ല വാട്ടിയ ഇലയില് പൊതിഞ്ഞ പൊതിച്ചോറാണത്. അതിനകത്ത് നല്ല ചുവന്ന എന്താ പറയാ നാടൻ അരിയും, അതിനകത്ത് കറികൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. നല്ല രുചിയുള്ള ഭക്ഷണമായിരുന്നു കേട്ടോ. നല്ല വിശന്നിരുന്നപ്പോഴാണ് ഞാൻ കഴിച്ചത്. നല്ല അടിപൊളിയായിരുന്നു. അത് കിട്ടുന്ന റെസ്റ്റോറന്റ് ഡീറ്റെയിൽസ് എല്ലാം ഈ വീഡിയോയുടെ അവസാനം കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഉണ്ടായിരുന്നത് നല്ല മുട്ട പൊരിച്ചത്. അത് നമുക്ക് നല്ല ചൂടോട് കൂടിയാട്ടോ കിട്ടുന്നത്. അപ്പോൾ മുട്ട പൊരിച്ചതുണ്ടായിരുന്നു. അതിനകത്ത് അവിയലുണ്ടായിരുന്നു, നല്ല നാടൻ അവിയൽ. പിന്നെ ഇത് നാരങ്ങ അച്ചാറ്. സാധാരണ എനിക്ക് പൊതുവെ എനിക്കങ്ങനെ പുറത്തുനിന്ന് നമുക്ക് കിട്ടുന്ന അച്ചാറിന് അത്ര ടേസ്റ്റ് ഉണ്ട്, പക്ഷേ ഈ അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ വീട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴുള്ള രുചിയുള്ള പോലത്തെ അച്ചാറായിരുന്നേ. പിന്നെ കായ ഒലത്തിയതുണ്ടായിരുന്നു. പിന്നെ ഇത് ചമ്മന്തി, എന്താ നമ്മുടെ ചെമ്മീൻ ചമ്മന്തി, അതുണ്ടായിരുന്നു. പിന്നെ മത്തങ്ങയും പയറും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇറച്ചി കഴിക്കത്തില്ല, അതുകൊണ്ട് എൻ്റെ പൊതിച്ചോറിൽ ബീഫ് വേണ്ടാന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ബീഫ് ഉലത്തിയതും ഉണ്ട് ഇതിനകത്ത്. അതാണ് മെയിനായിട്ട് ഈ പൊതിച്ചോറിനകത്ത് കിട്ടുന്നത്. പിന്നെ നമുക്കത് വേറെ ചാറുകറിയായിട്ട് കിട്ടിയത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഉണക്കച്ചെമ്മീൻ പാല് പിഴിഞ്ഞിട്ടുള്ള കറിയാണ് ഇതിനകത്ത് കാണുന്നത്. പിന്നെ ഉണക്കച്ചെമ്മീൻ കറിയും കിട്ടി. ഒരുപക്ഷെ എനിക്ക് ബീഫ് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടാണോ എനിക്കറിയില്ല, അത് എക്സ്ട്രാ കിട്ടുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. അതിനകത്ത് വേറെ ചിക്കൻ ഉണ്ടായിരുന്നു, ഫ്രൈഡ് ചിക്കൻ സെപ്പറേറ്റ് ആയിട്ട് അതുണ്ടായിരുന്നു. പിന്നെ ഡെസേർട്ടായിട്ട് ഗുലാബ് ജാമുൻ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് പൊതിച്ചോറാണ്. റെസ്റ്റോറൻറ്റ് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ അതുപോലെ തന്നെ നാടൻ ബീഫും കപ്പയും കിട്ടും കേട്ടോ. എൻ്റെ ഹസ്ബൻഡാണ് മേടിച്ചത്. നല്ല രുചിയായിരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചറും ഇവിടെ കാണിക്കുന്നുണ്ട്. റെസ്റ്റോറൻ്റ് എല്ലാം ഇവിടെ കൊടുത്തേക്കുന്നുണ്ട്. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു, ബൈ.